മോള് നേരത്തെ പറഞ്ഞില്ലേ ശരിക്കും ഫിലിം ഫീൽഡിൽ വന്ന ഒരു ട്വിസ്റ്റ് അതിനകത്ത് നടന്നിട്ടുണ്ട്, ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ആ ട്വിസ്റ്റ് എന്നതായിരുന്നു? അത് ആക്ച്വലി എൻ്റെ ചേച്ചി ഇങ്ങനെ ഡാൻസ് ട്രൂപ്പിലുണ്ടായിരുന്നു, ഡാൻസ് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ഡാൻസ് മാസ്റ്റർ ഒരു ഫിലിമിൻ്റെ കൊറിയോഗ്രാഫറായിട്ട് ആള് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ആ ഫിലിമിലേക്ക് കുട്ടികളെ നോക്കുന്നുണ്ടായിരുന്നു, പ്രണയവർണ്ണങ്ങൾ സിനിമയെന്ന്. അപ്പോൾ സിബി സാർ ഇങ്ങനെ കുട്ടികളെ മെയിൻ, അതായത് മഞ്ജു ചേച്ചിയുടെ ചേട്ടൻ്റെ മക്കളായിട്ട്. അപ്പോൾ അതിലൊരെണ്ണം രമ്യ ഫിക്സ്ഡായി, പിന്നെ ചെറിയൊരു കുട്ടിയും കൂടെ ഉണ്ട്. അപ്പോൾ അതിലത്തേക്ക് നോക്കുമ്പോൾ ഡാൻസ് കൊറിയോഗ്രാഫർ ഇങ്ങനെ കാസറ്റ്സ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ ചേച്ചിയുടെ ഡാൻസ് കണ്ടിട്ട് സിബി സാറ് ആളെ വിളിച്ചു, ഓക്കെ ഈ കുട്ടീനെ ഒന്ന് വിളിക്കുമോ കാണാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഞാനപ്പോൾ സെക്കൻഡിൽ പഠിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ചേച്ചിയുടെയും കൂടെ ഞാനും കൂടെ പോയി. അപ്പം ചേച്ചി അപ്പോൾ കുറച്ചിങ്ങനെ ഹൈറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രമ്യനെക്കാട്ടിലും ഏജ് തോന്നിക്കുന്നു, വലിയ കുട്ടിയായിട്ട് തോന്നിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സിബി സാർ ചോദിച്ചു ഈ കുട്ടി മീൻസ് എന്നെ. അപ്പൊ ഞാനപ്പോ ഭയങ്കര ഷൈ, അതെ അങ്ങനെയായിരുന്നു, ഭയങ്കരമായിട്ട് അങ്ങനെയായിരുന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞു അവള് ഭയങ്കര ഷൈ ആണ്, ചെയ്യുമെന്ന് എനിക്കറിയില്ല, ചെയ്യുന്നോണ്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല, പക്ഷെ സാർ നോക്കിയിട്ട് എന്നായി ഞങ്ങൾ ചെയ്യിപ്പിച്ചെടുത്തോളാം കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ കാസ്റ്റ്. പിന്നെ അതിനുശേഷം വന്ന പ്രോജക്ട്സ് ഒക്കെ? അതിനുശേഷം സെയിം ഞാനും കൃപയും തന്നെയായിരുന്നു ചിന്താഷ്ട ശ്യാമളയിലും ശ്രീനങ്ങളുടെ മക്കളായിട്ട് ചെയ്തു. പിന്നെ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് അങ്ങനെ ആ ഒരു സമയത്ത് ഒരു 7th 8th വരെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പഠിച്ചതൊക്കെ ഹോളി ഏഞ്ചൽസിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഫിലിം 8th വരെ ചെയ്തോളൂ. അതിനുശേഷം അറ്റൻഡൻസ് പ്രോബ്ലം ഒക്കെ ആയിട്ട് പോയില്ല, വിളിക്കുന്നുണ്ടായിരുന്നു പോയില്ല. പിന്നെ ഞാൻ +2 പഠിക്കുമ്പോഴാണ് ഇതുപോലെ തന്നെ ശ്രീനങ്ങളുടെയും ഞങ്ങളുടെയും ഫാമിലി ഫ്രണ്ട്, കോമൺ ഫ്രണ്ട് സജൻ രാഘവ് എന്ന് പറഞ്ഞിട്ട് അങ്കിളായിട്ട് കോൺടാക്ട് ഉണ്ടായിരുന്നു. ശ്രീനങ്ങളായിട്ട് കോൺടാക്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്കിൾ ഇങ്ങനെ പറഞ്ഞു ശ്രീനേട്ടൻ ഒരു ഫിലിം ചെയ്യുന്നുണ്ട്, അതിലത്തേക്ക് മൂത്ത കുട്ടിയായിട്ട് ഒരു കുട്ടീനെ കുറേ അവൻ അന്വേഷിച്ച ഒന്നും ആയില്ല. അപ്പോഴാണ് ശ്രീനങ്ങളുടെ വൈഫ് ഇങ്ങനെ ഷഫ്ന ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, കാരണം കുറേ നാളായില്ലേ, കുഞ്ഞാണിപ്പോൾ അഭിനയിച്ചത്. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ അഭിനയിക്കോ എനിക്കറിയില്ല, ഞാൻ ചെയ്യോ ഇല്ലെന്ന്, ഞാൻ കുറേ നാളായി അഭിനയിക്കാൻ തന്നെ എനിക്കറിയില്ല, ഞാൻ ചെയ്യുന്നില്ല. നീ ടെൻഷനൊന്നും അടിക്കണ്ട. എനിക്ക് എന്നിട്ട് ആ ഒരു സീനിൻ്റെ സ്ക്രിപ്റ്റ് സജനങ്ങൾ പറഞ്ഞു. എന്നിട്ട് എനിക്കൊരു സ്ക്രിപ്റ്റ്, ആ ഒരു സീനിൻ്റെ സ്ക്രിപ്റ്റ് വന്നു. എന്തായാലും സ്ക്രീൻ ടെസ്റ്റ് നടത്തിയിട്ട് എടുക്കുള്ളൂ, പേടിക്കണം. അപ്പം ഇഷ്ടമാണെങ്കിൽ അവരെടുത്തോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട പോട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീനങ്ങളിനെ കാണാൻ പോയി. എന്നിട്ട് ആ ഒരു സീൻ ഞാനും ശ്രീനങ്ങളും കൂടെ, എൻ്റെ കൂടെ ശ്രീനങ്ങളും ചെയ്തിട്ട് അത് ഞങ്ങൾ ചെയ്തു. ശ്രീനങ്ങൾ എന്താ കുഴപ്പം, നീ തന്നെ മതി, ഓക്കെ നീ അഭിനയിക്കാന്ന് മാറുന്നില്ല. ഇതിപ്പോ ശരിക്കും ഷഫ്ന ചെയ്തത് രണ്ടും ശ്രീനേട്ടന്റെ കൂടെയാന്ന് തോന്നുന്നു അല്ലെ? കോമൺ ഫാക്ടർ ശ്രീനേട്ടനായിരുന്നേ. പക്ഷെ നോക്കുവാണെങ്കിൽ രണ്ടും ശ്രീനേട്ടൻ അച്ഛൻ ക്യാരക്ടറാ ചെയ്തത്. പക്ഷെ ക്യാരക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ശ്രീനേട്ടന് രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആണ്, ഓപ്പോസിറ്റ് അല്ലേ? അപ്പൊ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഷഫ്ന ഒരു ക്യാരക്ടർ മോളായിട്ട് ചെയ്തു, അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് ശ്രീനേട്ടന്റെ ക്യാരക്ടറിനെ എങ്ങനെ മോള് ഒന്ന് വിലയിരുത്തിയേ? രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് അല്ലേ ശ്രീനേട്ടൻ ചെയ്തതും ഒക്കെ? പക്ഷെ ശ്രീനങ്ങളുടെ ഒരു സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടല്ലോ, അത് ആൾക്ക് ഉണ്ട്. എന്ത് പറഞ്ഞാലും തിരിച്ചൊരു കൗണ്ടർ നമുക്ക് കിട്ടിയിരിക്കും, അതൊരു കോമഡി രീതിയിൽ കിട്ടിയിരിക്കും. പിന്നെ ആളിങ്ങനെ ഈസി ഗോയിങ് ആയിട്ടുള്ള ഒരാൾ. ഞാൻ ആളുടെ കൂടെ 3 സിനിമയിൽ ആളുടെ മോളായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആത്മകഥ എന്ന സിനിമയിലും, അതും ഈ പറഞ്ഞ പോലെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഡിഗ്രി 2nd ഇയർ ഒക്കെ പഠിക്കുമ്പോൾ ആത്മകഥ സിനിമയിലും ഞാൻ ആളുടെ മകളായിട്ട് തന്നെ ചെയ്തു. ശ്രീനേട്ടനോട് പറയാം അഡോപ്റ്റ് ചെയ്യാൻ, അതേ പറ്റും. ആ ഒരു സമയത്ത് എല്ലാവരും അത് ചോദിക്കുന്നുണ്ടായിരുന്നു, ശ്രീനങ്ങളുടെ മകളായിട്ട് മാത്രം അഭിനയിക്കുള്ളൂ, അത് അച്ഛൻ ശ്രീനങ്ങൾ ദത്തെടുത്തോ എന്നൊക്കെ. പക്ഷെ അത് അറിയാണ്ട് അങ്ങനെ വന്നുപോയി. അപ്പം അതിലും ശ്രീനങ്ങൾ, അത് ഞങ്ങൾ ശ്രീനങ്ങൾ ബ്ലൈൻഡ് ആയിരുന്നു, ഞാൻ അവസാനം ബ്ലൈൻഡ് ആവും ആ സിനിമയിൽ, അങ്ങനെയായിരുന്നു. ശ്രീനേട്ടന് ഭയങ്കര സപ്പോർട്ടിങ് അല്ലേ? ആള് ഭയങ്കര സപ്പോർട്ടിങ്. അതായത് ഇപ്പൊ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴായാലും ആളിങ്ങനെ ഭയങ്കര എൻകറേജിങ് ആയിട്ട് രീതിയിൽ, ഓ വെറുതെ ആയിരിക്കാം എന്നാലും നീ നാഷണൽ അവാർഡൊക്കെ വാങ്ങുമോ എന്നുള്ള ഭയങ്കര എൻകറേജിങ് പേഴ്സൺ ആണ്. അതെ, ഭയങ്കരമായിട്ട് എൻകറേജ്. കാരണം നമ്മളൊരു ചെറുതാണ് ചെയ്തേ പോലെ അല്ലെ പോട്ടെ, നമ്മൾ ആ ഒരു സീനിന് കറക്റ്റ് ആയിട്ട് ആപ്റ്റ് ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ശ്രീനേട്ടൻ നമ്മളെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യും. മേ ബി നമ്മൾക്ക് ആസ് ആൻ ആർട്ടിസ്റ്റ് ബിൽഡപ്പ് ചെയ്യാനായിരിക്കും. ബിക്കോസ് എന്റെ അനുഭവം ഞാൻ ആ മഴയത്തും പോയി പറയുക, ശ്രീനേട്ടൻ ഭയങ്കര ഒരു പുഷ് ബാക്കറാണ് ഭയങ്കരമായിട്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ ആരോ വല്ല ആണ്, വി ഷുഡ് ഡു ബെറ്റർ അല്ലെ, അങ്ങനെ തോന്നത്തില്ലേ? കറക്റ്റ്.